മതഭ്രാന്ത് പിടിച്ചവർ മായ്ച്ച സിന്ദൂരത്തിനുള്ള മറുപടിയാണ് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. ഇതിനു പിന്നിൽ ഒരു വൈകാരിക കാരണമുണ്ട്. ശ്രുതി പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏപ്രിൽ 22 ഭാരതത്തിന്റെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലേക്ക് ഭീകരർ ഇരച്ചെത്തി. നിരപരാധികളായ 26 പുരുഷന്മാരുടെ ജീവനാണ് മതഭ്രാന്ത് പിടിച്ചവർ കവർന്നെടുത്തത്. ജീവൻ നഷ്ടപ്പെട്ട 26 പേരുടെ മൃതദേഹങ്ങൾ വിവിധയിടങ്ങളിലായി പൊതുദർശനത്തിന് വെച്ചപ്പോൾ സിന്ദൂരം മാന നെറ്റികളുമായി ഇരിക്കുന്ന ഭാര്യമാരുടെ ചിത്രങ്ങൾ ഭാരതീയരുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചവയായിരുന്നു. മായ്ച്ചു കളഞ്ഞ സിന്ദൂരത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ആണയിട്ടു പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 15ാം ദിവസം ലോകം ഉണർന്നത് ഭാരതത്തിന്റെ തിരിച്ചടി കേട്ടായിരുന്നു. പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ പ്രതിരോധ സേന തകർത്തു. ഈ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചത്. അതിനു പിന്നിലെ വൈകാരിക കാരണവും ഇതുതന്നെയാണ്. മതഭ്രാന്ത് പിടിച്ച ഭീകരർ മായ്ച്ചു കളഞ്ഞ സിന്ദൂരം ഭാരതം പാകിസ്ഥാനിൽ വിതറി. ജയ്ഷെ സ്വാധീന മേഖലകളിലായിരുന്നു ആദ്യ ആക്രമണം. കരവ്യോമ നാവികസേനകളുടെ സംയുക്ത നീക്കത്തിൽ ബഹവൽപൂർ അടക്കമുള്ള ഭീകര താവളങ്ങൾ തകർന്നടിഞ്ഞു. ഓപ്പറേഷൻ നടപ്പാക്കിയതിനു പിന്നാലെ ഭാരത സൈന്യം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: നീതി നടപ്പാക്കി, ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക്, ജനം.